നമസ്കാരം. ചേട്ടാ നമുക്കൊന്ന് പാട്ട് പിടിക്കാം. ചേട്ടനല്ല, മാഷ്. മാഷ് സംഗീതം അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരു എന്ന നിലയിൽ എന്നെ മാഷ് എന്ന് അഭിസംബോധന ചെയ്യുക. മാഷ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓ അല്ല മാഷിന്റെ പേര് ലെനിൻ ഭാഗവതർ. ലെനിൻ ഭാഗവതർ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? ഇഷ്ടം പോലെ കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? ഇല്ല. അതെന്താ കേൾക്കാത്ത? കേൾക്കേണ്ടതാണല്ലോ. ശരിക്കും ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഭാഗവതർമാരാണ്. അപ്പൊ അച്ഛൻ്റെ പേര് ടോണി ഭാഗവതർ. അച്ഛൻ്റെ പേര് ജിംബ്രൂട്ടൻ ഭാഗവതർ. ഫേമസ് ആണ്. ഇവരൊക്കെ ഇഷ്ടംപോലെ ഗാനങ്ങൾ സംഗീതം. ഞാൻ കേട്ടിട്ടില്ല. കുഴപ്പമില്ല, കേൾക്കാം. ഇനി കേൾക്കാലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സംഗീതത്തിന്റെ പല പല വശങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ചോദിക്കുകയാണെങ്കിൽ, ഉണ്ണി അഭിനേതാവാണെന്നല്ലേ പറഞ്ഞത്? അതെ. അല്ലുണ്ണി ശരിക്കും എന്തിലാണ് അഭിനയിച്ച് നമ്മൾ എന്താണ് ആഗ്രഹം? എന്താവണമെന്നാണ് ആഗ്രഹം? എനിക്ക് ആദ്യം പട്ടാളക്കാരനാവണമെന്നായിരുന്നു ആദ്യം. പട്ടാളക്കാരനാണെങ്കിൽ പട്ടാളത്തിലേക്ക് പോയാൽ പോരെ? ഇവിടെ അതല്ല, വെടികൊണ്ട് ഓക്കെ. ഉണ്ണി ശരിക്കും നാട് എവിടെ? ഉണ്ണിയുടെ നാട് പത്തനാപുരം. പത്തനാപുരമാണ്. പത്തനാപുരത്ത് എവിടെയാ വീട്? കളിഞ്ഞൂര്. കളിഞ്ഞൂര് എവിടെ? കിളിക്കൂട്. കിളിക്കൂടാ? വീടിന്റെ പേര് കിളിക്കൂടാ. വീടിന്റെ പേര് കിളിക്കൂടാന്നോ? അതല്ലേ കുരുവിനെ പോലെ ഇരിക്കണം. എന്നാ കുരുവി അത്? കിളിക്കൂട്. കിളിക്കൂട് വീട് അവിടെ ആണെങ്കിൽ സ്കൂളിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? നമുക്ക് കുറെ ദൂരമുണ്ട്. 7 കിലോമീറ്റർ. അല്ലുണ്ണി പുസ്തകങ്ങളൊക്കെ വായിക്കൂ? അല്ലുണ്ണിയല്ല, അൽസാബിത്ത് അല്ലെങ്കിൽ സ്നേഹം വരുമ്പോ ഞാൻ ഉണ്ണിന്ന് വിളിക്കും. ഉണ്ണിക്ക് എനിക്ക് സ്നേഹം കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അൽ ചേർത്തത്. അൽസാബിത്ത് അല്ലേ? അൽസാബിത്തിന്റെ അല്ലും ഉണ്ണിയുടെ ഉണ്ണിയും രണ്ടും കൂടെ കൂട്ടുമ്പോ അല്ലുണ്ണി. അപ്പൊ അല്ലുണ്ണി ക്ലാസ്സിലൊക്കെ എങ്ങനെ പഠിക്കാറുണ്ട്? പഠിക്കരുത്, പഠിക്കാൻ പാടില്ല. പഠിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെ ആവില്ലല്ലോ. ഞാൻ ശരിക്കും 6ാം ക്ലാസ് 3 തവണ തോറ്റിട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നതാണ്. 6ാം ക്ലാസ് ജയിച്ചു, 10 കഴിഞ്ഞു, PhD സംഗീതത്തിൽ PhD ഉണ്ട്. എപ്പോഴാ ഫ്രീ ഒക്കെ? ക്ലാസ്സിലൊക്കെ പോകുന്ന സമയം കിട്ടാറുണ്ട്? ഈ അഭിനയ മുഹൂർത്തം ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടാറുണ്ട്. പിന്നെ എക്സാമിൽ ഭാഗ്യവാനാണ്. ക്ലാസ്സിൽ പോകണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കാലോ. എക്സാം ഒക്കെ എഴുതാറുണ്ടോ? കോപ്പി അടിക്കാറുണ്ടോ? പിന്നെ എങ്ങനെ ജയിക്കും? മാഷ് കോപ്പി അടിച്ചാണോ ജയിച്ചിരുന്നത്? എന്റെ നിഘണ്ടുവിലില്ലാത്ത സാധനമാണ് കോപ്പി. കോപ്പി അടിക്കാറില്ല ഞങ്ങൾ. കാരണം 6ാം ക്ലാസ് വരെ പോയി എനിക്ക് കോപ്പി അടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഉണ്ണി ഒരു കാര്യം മനസ്സിലാക്കണമല്ലോ, നമ്മൾ സംഗീതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഭിനയം ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് എടുത്ത ഒരാളാണ്. എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഉണ്ണി മടിക്കണ്ട, എന്നെ വിളിച്ചോളൂ, ഞാൻ വരും. എനിക്കങ്ങനെ വലിപ്പ ചെറുപ്പം ഒന്നുമില്ല. ഉണ്ണി വിളിക്കുക കേട്ടോ. അഭിനയിക്കാൻ ചാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. ഇത്രയും മുടിയുള്ള ആൾക്കാർ നമ്മൾ സാധാരണ. അയ്യോ, ഈ മുടിയൊക്കെ വേണേ നമുക്ക് വെട്ടിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. അല്ല, ഇത് എത്ര വർഷം കൊണ്ട് വളർത്തുകയാണ്? ഇത് ആക്ച്വലി ഈ മുടി എന്ന് പറയുന്നത് ഞാൻ കുറേ വർഷത്തെയാണ്. ഇത് ശരിക്കും ഗാനമുടി എന്നാണ് ഇതിന്റെ പേര്. ഞങ്ങൾ സംഗീതജ്ഞർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ മുടി. ശരിക്കും നന്നായിട്ട്. ദാസേട്ടനെ അറിയോ? ഈ ദാസേട്ടൻ എന്നോട് ഒരു തവണ പറയണ്ടായി, ലെനിൻ ഭാഗവതർ അടുത്ത് വന്നിരിക്കും, നിങ്ങളുടെ മുടി വളരെ ഷോർട്ടാണ്, നിങ്ങളത് നീട്ടി വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൃഗ കിട്ടുമെന്ന് പറഞ്ഞു. ബൃഗ. അപ്പൊ ഞാൻ ഈ ബൃഗയെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെയാണ് എന്നോട് ബൃഗ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഈ മുടി നന്നായിട്ട് അങ്ങ് നീട്ടി വളർത്തി. എനിക്ക് തോന്നുന്നു അല്ലുണ്ണിയും കൂടെ മുടി നീട്ടി വളർത്തിയാൽ അല്ലുണ്ണിക്ക് നന്നായി പാട്ട് പാടാൻ പറ്റും. കുഴപ്പമില്ല, പാട്ട് നമുക്ക് ഒന്നിച്ച് പുറത്തിറങ്ങാലോ. ഓക്കെ, എനിക്ക് വേണ്ടി ഉണ്ണി ഒരു ഗാനം ആലപിക്കും. മധുരിക്കും ഓർമ്മകളെ മഴമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ മധുരി. അല്ലുണ്ണി ശരിക്കും എത്രാം വയസ്സിലാണ് അഭിനയ രംഗത്തേക്ക് കിടന്നത്? 3. ഉറപ്പിക്കൂ? 4, 3? അല്ല, അമ്മ ഫസ്റ്റ് തന്നെ ഒരു ആൽബം. കാരണം നമ്മുടെ അടുത്ത് അമ്മയ്ക്ക് പരിചയമുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നിസാം എന്നാണ് പേര്. ആ ചേട്ടനാണ് എന്നെ ഫസ്റ്റ് ആയിട്ടൊരു ആൽബത്തിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ആ ആൽബം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ തന്നെ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ഷോർട്ട് ഫിലിമിൻ്റെ പേര് മക്കളും മാതാപിതാക്കളും. പിന്നെ വേറൊരു ആൽബത്തിൻ്റെ പേര് ശ്രീ ശബരീശൻ. ഇത് രണ്ടെണ്ണമാണ് ആദ്യം ചെയ്തത്.
ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഷോയിലേക്ക് കാര്യങ്ങളിലേക്ക് ബാക്കിയുള്ള ഇങ്ങനെ കൂട്ടം കുട്ടിപ്പട്ടാളം ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങ് പോയി. ഞാൻ ചോദിച്ചോട്ടെ, ഈ ആൽബം ചെയ്തപ്പോൾ അതിൽ മെയിൻ ആയിരുന്നു? മെയിൻ എന്ന് പറയാൻ മെയിൻ അല്ല, ഷോർട്ട് ഫിലിം എങ്ങനെയായിരുന്നു? ശ്രീ ശബരീഷത്തിനകത്ത് ഞാനായിരുന്നു അയ്യപ്പൻ. ലുക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചോട്ടെ, നമ്മളിപ്പം ഈ അഭിനയവും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ പോകും. അപ്പോൾ ആരാ ടീച്ചേഴ്സ് വന്നിട്ട് പറയാറില്ലേ, മോനെ അല്ലുണ്ണി വന്നിട്ട് പഠിക്കണം, വെറുതെ ഇങ്ങനെ നടക്കരുത് എന്നൊക്കെ പറയാം? അവരെന്നെ അല്ലുണ്ണി എന്നല്ല, ചിലപ്പോൾ എന്നെ അൽസെന്ന് വിളിക്കും, ചിലപ്പോൾ അൽസാവെന്ന് വിളിക്കും. ശരി, സത്യം ഇരട്ടപ്പേരെന്താ? ഇരട്ടപ്പേരെന്താ? എന്തോന്നു ഇരട്ടപ്പേര് അറിയില്ല ക്ലാസ്സിൽ പയ്യന്മാര്? അൽസു. അൽസു എന്നാണോ? ഈ തീരപ്പണ്ടാർ അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ? അങ്ങനൊന്നും ഇല്ലേ? പറഞ്ഞുതരാം. ഓക്കെ, മനസ്സിലായി കേട്ടോ. ഓക്കെ, ഞാൻ ചോട്ടെ, വീട്ടിലപ്പോ എങ്ങനെയാ അച്ഛനും അമ്മയൊക്കെ ഫുൾ സപ്പോർട്ടാണ്? എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. ഫുള്ള് അമ്മ ഫുൾ സപ്പോർട്ടാണ്. എപ്പോഴും ഷൂട്ടിംഗ് പരിപാടിക്കൊക്കെ കൂടെ ഉണ്ടോ? കൂടെ ഉണ്ടോ? അടിപൊളിയാണല്ലോ, ഭാഗ്യവാൻ. എനിക്ക് ഇങ്ങനെ ഒരാളില്ലാണ്ടായി പോയി. പോട്ടെങ്കിലും ഞാൻ ഏത് ലെവലിൽ എത്തണ്ടേ അറിയോ? ഹൈ ലെവലിൽ എത്തിയേനെ. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ടൈമൊക്കെ എങ്ങനെയാ സ്പെൻഡ് ചെയ്യാം? ഒഴിവ് സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു? ഒഴിവ് സമയങ്ങൾ ഷൂട്ട് ഇല്ലാത്തപ്പം, ക്ലാസ് ഇല്ലാത്തപ്പം? ഷൂട്ടും ക്ലാസ്സും ഇല്ലാത്തപ്പോ. ഷൂട്ടില്ലാത്തപ്പോ ക്ലാസ്സിന് പോകും, ക്ലാസ് ഇല്ലാത്തപ്പോ ഭയങ്കര കള്ള. അങ്ങനെയാകുമ്പോ നമുക്ക് ഈ വൈകുന്നേര സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. വൈകുന്നേര സമയങ്ങളിൽ ഞാൻ കളിക്കും, ഇല്ലെങ്കിൽ ഹോബീസ്. പഠിത്തവും അഭിനയവും മാത്രമേ ഉള്ളോ? വേറെ പരിപാടീസ് ഒന്നും ഇല്ല? കളിയുണ്ട്. അതാണ് എന്ത് കളി? കളി ക്രിക്കറ്റ് കളിക്കും, പിന്നെ ഡോജ് ബോൾ കളിക്കും. അതെന്താ സംഭവം? നടുക്ക് രണ്ടുപേരും. ഇപ്പൊ മാഷ് നടുക്കിക്കോന്ന് ചോദിച്ചു, ഞാനും വേറൊരു കുട്ടിയും, ഞാൻ ഇവിടെയും വേറൊരു കുട്ടി അപ്പുറത്തും. മാഷ് നടുപ്പുണ്ട്. ഞങ്ങളുടെ ഒരു ബോൾ ഉണ്ട് എൻ്റെ കയ്യില്. ആ ബോൾ വെച്ച് ഞാൻ ഫസ്റ്റ് മാഷിനെ മാഷില് നടക്കിക്കുന്ന, അപ്പൊ മാഷിനെ തന്നെ എറിയാൻ പറ്റും. എറിയുമ്പോ മാഷിന് അഥവാ കൊണ്ടില്ല, മാഷിന്റെ ദേഹത്തോ കയ്യിലോ കാലിലോ കൊണ്ടില്ലെങ്കിൽ നേരെ അപ്പുറത്തെ കുട്ടിയുടെ കയ്യിലോട്ട് പോകും. ആ കുട്ടി എടുത്തെറി. ആരാണോ എറിഞ്ഞ് ഞാൻ എറിയുമ്പോ മാഷിന്റെ ദേഹത്തോണ്ട ഞാൻ നടക്കുന്നു. ഏറ്റവും കൂടുതൽ നേരം നടുക്ക് നിൽക്കുന്ന ആളാണ് ജയിക്കുന്നത്. ഒരു ഏറ് കളിയില്ലേ? അതിനെയാണ് എന്താ പറഞ്ഞത്? ഡോജ് ബോൾ. വരയ്ക്കും അത്യാവശ്യം. ഇതൊക്കെ ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിച്ചാണ്. വേറെ എന്തൊക്കെയാ വേറെ ഹോബീസ്? ഇപ്പം ക്രിക്കറ്റ് കളിക്കും, ഡോജ് ബോൾ കളിക്കും, പിന്നെ റെഡ് ലെറ്റർ ഗ്രീൻ ലെറ്റർ കളി. റെഡ് ലെറ്റർ ഗ്രീൻ ലെറ്റർ അത് കളിക്കും. എന്താ അത്? അത് ചെറിയൊരു കളി. റെഡ് ലെറ്റർ ഗ്രീൻ ലെറ്റർ നമുക്ക് വേണ്ട. അത് ക്രിക്കറ്റിൽ ആരാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ക്രിക്കറ്റിൽ ആരാ ഫാൻ? സച്ചിൻ, വിരാട് കോഹ്ലി, MS ധോണി? സച്ചിനോ? ശരിക്കും വിരാട് കോഹ്ലി ഇഷ്ടമല്ലേ? വിരാട് കോഹ്ലി ഇഷ്ടമാണ്, പക്ഷെ സച്ചിനെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ അഭിനയത്തില് ഇപ്പൊ ഏതാണ് സിനിമ ചെയ്യുന്നുണ്ടോ? ഏതാളിയാ? 6 ചെയ്ത്, പിന്നെ ഇപ്പം പുതിയ 2 ചെയ്ത്. ഒന്നിന്റെ പേര് എന്നോട് പറ ഐ ലവ് യു എന്ന്. എന്നോടാണോ പറയണ്ടേ? അതല്ല, ഒരു സിനിമയുടെ പേരാ. ശരിക്കും എന്നോട് പറ ഐ ലവ് യു എന്ന്. നായകനാണോ ഇതിലെ നായകൻ? എന്നോടാണോ പറയുന്നത് എല്ലാരും വന്നിട്ട് ഐ ലവ് യു എന്ന്? ഞാൻ മാത്രമല്ല, ഞാനിവിടെ നമ്മുടെ സൂര്യചേട്ടനല്ലേ, പിന്നെ സൂര്യചേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ ഇൽഹാൻ സ്റ്റൈലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള. ഞങ്ങൾ 3 പേരാണ് മെയിൻ. നിങ്ങൾ ആരോടാണ് ഐ ലവ് യു എന്ന് പറയുന്നത്? അത് വേറെ പെൺകുട്ടികൾക്ക്. വേറെ പെൺകുട്ടികളോട് ആര് പറയും? ഞങ്ങൾ പറയും. അല്ലുണ്ണി പറയും. അല്ലുണ്ണി മാത്രമല്ല, അല്ലുണ്ണി ചെറിയ ഉണ്ണിയാണെങ്കിലും ഉണ്ണി കൊള്ളാൻ കേട്ടോ. പിന്നെ എന്നിട്ട് പറഞ്ഞിട്ട് അവരുടെ അടിയും മേടിച്ചോണ്ട് വരും. ഈ മുഖത്ത് കൈ വെച്ചടിക്കുവോ? അതല്ല, ഞങ്ങൾ ഒരാളല്ലേ. അപ്പൊ കിട്ടത്തില്ല, ഇവിടെ കിട്ടില്ല. ബാക്കി ആമാർക്ക് കൊടുക്കും. ആയിക്കോട്ടെ. പിന്നെ ഏതാ പടം ഉള്ളത്? പിന്നെ ഒന്ന് ഞാൻ പ്രകാശൻ. പ്രകാശനോ? ഞാനല്ല, അഭിനയിക്കുന്ന ആളാണ്. പിന്നെ സത്യനന്ദിക്കാട് സാറിനാണ് ഡയറക്ടർ. ഫഹദിനോട് എന്നെ പറ്റി ചോദിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ. എന്നെ പറ്റി വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. ഫിലിമിന്റെ ഷൂട്ട് കഴിഞ്ഞു. എന്നാ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. സത്യനന്ദിക്കാട് മൂവിയാണല്ലേ? അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീനിവാസനങ്ങളുടെ അച്ഛനായിട്ടാണ്. അല്ല, ശ്രീനിവാസൻ സാറാണ് എന്റെ അച്ഛൻ. പിന്നെ ശ്രീനിവാസൻ സാറിന്റെ തിരക്കഥയാണത്. ആണോ? ഏത് ഈ സത്യനന്ദിക്കാട് മൂവി? അതെ. അടിപൊളി പടങ്ങൾ ഇഷ്ടം പോലെയാണ്. നമ്മളൊക്കെ വിളിക്കട്ടോ. എന്തോ ഒരു അവാർഡ് സംഭവം കേട്ടായിരുന്നു. ശാന്താദേവി പുരസ്കാരം. അത് ഞങ്ങൾ ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന 4 കുട്ടികൾക്കുള്ളത്. ഇത് പറഞ്ഞപ്പോഴത്തെ ശരിക്കും ഈ ഉപ്പുമുളകിലേക്ക് എങ്ങനെയായിരുന്നു?
ഉപ്പുമുളകിലേക്കോ? ഫസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആൽബത്തിൻ്റെയും ഷോർട്ട് ഫിലിമിൻ്റെയും കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിങ്ങിണിക്കൂട്ടത്തിൽ പോയി. കിങ്ങിണിക്കൂട്ടം മുടിയുള്ള കേൾക്കാൻ പറ്റുന്നില്ല. കിങ്ങിക്കുട്ടം പോയി, പിന്നെ കുട്ടിക്കലവറ, പിന്നെ സൂപ്പർ കിഡ്സ്, ലിറ്റിൽ കിച്ചൺ, അങ്ങനെ ഓരോ പ്രോഗ്രാമിൽ പിന്നെ അല്ല ഫസ്റ്റ്. പിന്നെ നമ്മൾ ഫ്ലവേഴ്സിൽ തന്നെ കുട്ടിക്കലവറ പ്രോഗ്രാം, മറ്റേ പാചകം. അത് കഴിഞ്ഞിട്ട് ഉപ്പുമുളക്. ഓക്കെ, എന്നിട്ടിപ്പം ഈ അവാർഡ് കിട്ടി. ഇങ്ങനെ എത്ര അവാർഡുകൾ വാരി കിട്ടിയിട്ടുണ്ട്? 15 അവാർഡോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ശരിക്കും? വീട്ടിൽ ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മച്ചമ്മയുണ്ട്. ആരുണ്ട്? ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്. അതിനെന്താ പറഞ്ഞേ? അമ്മച്ചമ്മ. നല്ലൊരു വേടാണ്. മലയാളം നമ്മൾ ശബ്ദ താരാവലിയിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു വേടാണ്. ശബ്ദ താരാവലി അറിയുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. അറിയാമെങ്കിൽ പറയാം. അതിന്റെ ഒരു പ്രശ്നമാണ്, ഞാൻ പറഞ്ഞുതരാം. അമ്മച്ചമ്മ. വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ദുബായി പോയിട്ടുണ്ട്, അബുദാബി പോയിട്ടുണ്ട്, പിന്നെ 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 ഖത്തറിൽ പോയിട്ടുണ്ട്. ഖത്തറിൽ പോയിട്ടുണ്ട്. പിന്നെ പിന്നെ എത്ര പോയിട്ടുള്ളൂ? ഈ പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകും. ഇല്ലല്ലേ? ഓക്കെ, ഉപ്പുമുളക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു അഭിനയ മുഹൂർത്തത്തിൽ അവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെ കൊണ്ടു? കെമിസ്ട്രി നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അനിയത്തി കുട്ടി, ചേച്ചി, ചേട്ടൻ, ചേച്ചി, അച്ഛനമ്മ, ചേട്ടൻ, ചേച്ചി, അനിയത്തിയുടെ കുഞ്ഞുവായും കൂടെ ഉണ്ടല്ലേ? കുഞ്ഞുവായിട്ട് എങ്ങനെയാ? കുഞ്ഞുവാൻ എടുത്ത കണക്കാറുണ്ടോ? എനിക്ക് പേടിയാ. എടുക്കൂലേ? സിമ്പിൾ പരിപാടി. വല്ലപ്പോഴും. പിന്നെ മറ്റേ അനിയത്തി കൊച്ചായിട്ട് എങ്ങനെയാ അടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? അടിപിടി തല്ല് നിങ്ങൾ എങ്ങനെയാ അവിടെ സെറ്റിലൊക്കെ? ചെറിയ അടി. ഞങ്ങൾ അടി കൂടി കഴിഞ്ഞാൽ അടി കിട്ടുന്നത് അവിടെ ചുമ്മാ നടന്നു ഏട്ടന്മാരൊക്കെ. അവർക്കാണോ കിട്ടുക? പിന്നെ നമ്മൾ കൈ ഇങ്ങനെ വീശുമ്പോ അപ്പൊ നടക്കുന്ന ഏട്ടൻ പോയി കിടക്കും. അലമ്പാതെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ? വലിയ അലമ്പൊന്നുമില്ല, ഞാൻ പാവോ. മാന്തുക, ഞുള്ളി പറിക്കുക, കടിക്കുക, ഭീകരമായിട്ടുള്ള ഇങ്ങനെ കുറെ വിദ്യയൊക്കെ കയ്യിലുണ്ടെന്ന്. ഇല്ല, ഇതൊന്നുമില്ല. ലോല ഹൃദയനാണല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ദാനശീലനാണ്. മുട്ട കൊടുക്കും, ചോക്ലേറ്റ് കൊടുക്കും, കപ്പലണ്ടി അങ്ങനെ പോകാറില്ല. ശരിക്കും ഇങ്ങനെയുള്ളൊരു കുട്ടിക്ക് എങ്ങനെ അങ്ങനെ മനസ്സ് വരുന്നു? ഇങ്ങനെ എല്ലാവർക്കും വാരിക്കോരി മുട്ട കൊടുക്കുക, ചോക്ലേറ്റ് കൊടുക്കുക, എങ്ങനെ വരുന്നു മനസ്സ്? സ്നേഹം, വെറും സ്നേഹം. പക്ഷെ എനിക്ക് അല്ലു മോനെ കാണുമ്പോ തോന്നുന്നു നല്ല തീറ്റ എങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ്. സത്യമാണോ? അല്ലേ? ഇതൊക്കെ അമ്മയുടെ പ്രോപ്പർട്ടിയാ. അമ്മ തീറ്റിക്കുന്ന. നമുക്ക് ഇഷ്ടമായിട്ടല്ല, അമ്മയാണ് കുറ്റക്കാരി. ഉണ്ണി, വീട്ടിൽ ഇതേപോലെ കലാകാരന്മാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നെ പോലെ? അല്ല, സാറിനെ പോലെ, മാഷിനെ പോലില്ല. ശരിക്കുള്ള കലാകാരൻ? അതെ, അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്? ആരുമില്ല. കിട്ടി, കൊള്ളാം. ഞാനേ ഇന്നാള് ലുലുമാള് വഴിയൊക്കെ സഞ്ചരിച്ച സമയത്ത് ഞങ്ങളുടെ ഒരു കാഴ്ച, കുറെ പേര് അൽ ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് സെൽഫി എടുക്കാനൊക്കെ വരുന്നതായിട്ടുണ്ട്. എങ്ങനെ ഫാൻസ് കുറെ ഉണ്ടല്ലേ? എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഫാൻസിനെ ഇങ്ങനെ വാരി പൊതിഞ്ഞ് അവരൊക്കെ വരുമ്പം? അതാണോ നമ്മുടെ ഈ ലാലേട്ടനൊക്കെ പറയുമ്പോൾ അവരാണ് എൻ്റെ ബലം എന്ന് പറയുന്നവരാണ്? അതുപോലെ തന്നെ മാത്രമല്ല, അവരുള്ളതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വരുന്നത്. അടിപൊളി. എവിടുന്നാ ശരിക്കും? പുറത്തൊരു രാജ്യം നിന്നൊക്കെ ഉണ്ടോ? പുറത്ത് വേറെ രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്? പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നും പിന്നെ അമേരിക്ക അങ്ങനത്തെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഗിഫ്റ്റൊക്കെ വരാറുണ്ട്. ഗിഫ്റ്റും വരാറുണ്ട്. ആൾക്കാരൊക്കെ ലീവിന് വരുമ്പോൾ എന്നെ കാണാനും വരാറുണ്ട്. വീട്ടിൽ പോലും പോവാതെ നേരെ അങ്ങോട്ട് വരുന്നത്. പിന്നെ ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അറിയോ? നോക്കിയിട്ടുണ്ടോ? അമ്മ മാത്രമേ നോക്കാറുള്ളൂ. ആണോ? യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ഫോളോവേഴ്സ്, കുറെ സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് തോന്നുന്നു എന്റെ അത്രയും വരത്തില്ല, എന്നാലും ഉണ്ട്, കുഴപ്പമില്ല. നല്ല ഫോളോവേഴ്സ് ഒക്കെയാ. അടിപൊളിയാ. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വരുമ്പോ എങ്ങനെയാ? എല്ലാ ഫോട്ടോയും പോയിട്ട് കൊടുക്കുമോ? എല്ലാരും എങ്ങനെയാ? കേശു എങ്ങനെയാ വിളിക്കാറ്? ക്യാരക്ടർ ആയിട്ടാണോ? ക്യാരക്ടറിന്റെ പേരാണ്. ആർക്കും ഒറിജിനൽ പേര് അറിയത്തില്ല. പേര് പറഞ്ഞു കൊടുക്കും. എന്റെ പേര് ഇങ്ങനെയാണെന്ന് പറയും. അൽസാബിത്ത് വിളിക്കും. എന്നെ പോലെ അല്ല. അടിപൊളി. ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണ്? എല്ലാവർക്കും ഫാൻസ് വന്നിട്ട് എല്ലാ ഗിഫ്റ്റും ആണോ? കാരണം അവരുടെ മനസ്സറിഞ്ഞാണല്ലോ അവർ തരുന്നത്. അപ്പൊ ആ ഗിഫ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അമ്മയ്ക്ക് ഇങ്ങനെ കുശുമ്പ് തോന്നുന്നു? എന്റെ മോൻ എന്നെക്കാട്ടും കൂടുതലായിട്ട് എല്ലാവരും സ്നേഹിക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കുശുമ്പ് തോന്നുന്നു? എന്റെ സ്വന്തം മോനെ ബാക്കിയുള്ള ആൾക്കാരാണ് ഇത്രയും കാര്യമായിട്ട് സ്നേഹിക്കുന്നത്. അപ്പൊ തോന്നത്തില്ലേ? ഇല്ല, അമ്മയ്ക്ക് സന്തോഷമാണ്. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അങ്ങനെ കാര്യം ചോട്ടെ, ടീച്ചേഴ്സിനൊക്കെ എങ്ങനെയാ?
സന്തോഷമുണ്ട്. ഇതേപോലെ മോൻ ക്ലാസ്സിൽ പോണില്ല, ഇവിടെ പ്രോഗ്രാം അഭിനയമൊക്കെ ആയിട്ട് നടക്കുക. ക്ലാസ്സിൽ ചെന്നിട്ട് ഇരിക്കുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കാറില്ല, എലിസബത്ത് ഇനി മുതൽ ക്ലാസ്സിൽ കറക്റ്റായിട്ട് വരണം എന്ന് പറയാറില്ലേ? അങ്ങനൊന്നും പറയാറില്ല. സപ്പോർട്ടാണ്. അല്ലുണ്ണി എങ്ങനെയപ്പോൾ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ നമ്മൾ എടുത്തിട്ട്? ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തരും. വാട്സപ്പ് അയച്ചു തരും. വാട്സപ്പ് ഒക്കെ ഉണ്ടോ? എൻ്റെ അമ്മയുടെ ഫോണിലും എൻ്റെ ഫോണിലും അയച്ചു തരും. നിനക്ക് ഫോണുണ്ടോ? ഇത്ര ചെറുപ്പത്തിലെ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന പയ്യനാണ്. ഗിഫ്റ്റ് ഷാഫി എന്ന് പറഞ്ഞ ഇരിക്കാറുണ്ട്. എത്ര വയസ്സാന്ന് പറഞ്ഞത്? 11 വയസ്സ്. സ്വന്തമായിട്ട് ഫോൺ. അടിപൊളി. ഈ നമ്മുടെ ഫാൻസ് ഒക്കെ വന്നിട്ട് അൽസാബിത്ത് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെടാറുണ്ടോ? പിന്നെ ഇഷ്ടപ്പെടാൻ ഇല്ല, കാരണം അവരുടെ വീട്ടിലൊരു കുഞ്ഞിനെ പോലല്ലേ നമ്മളെ കാണുന്നത്. അപ്പൊ നമ്മള് അങ്ങനെ അവരെ നമ്മളങ്ങോട്ട് സ്നേഹിക്കും. ഉറപ്പാണ്, പറഞ്ഞ വാക്ക് മാറ്റത്തില്ല. ഇവിടെ നോക്കണേ. എല്ലാരും പൂച്ച പട്ടി അങ്ങനെ എല്ലാത്തിനും സ്നേഹിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോട്ട്സ് ഒക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫ്രണ്ട്സ് മാത്രം ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്കിപ്പം ഈയിടയ്ക്ക് കൂടെ എനിക്ക് വാട്സാപ്പില് 2-3 നോട്ട്സ് വന്നിട്ടുണ്ടല്ലേ? 2-3 നോട്ട്സ് ചോദിക്കുന്ന എല്ലാ നോട്ട്സ് അയച്ചാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പം ഞാൻ ഒരാളുടെ പേര് മാത്രമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളുടെ പേര് വിട്ടുപോയി. അവനെ വലിച്ചേറി ഭിത്തിയിലൊട്ടിക്കും. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാരും ഇഷ്ടം. എന്നെ ഇഷ്ടമല്ല. ഇത്രയും നേരം നല്ല വാച്ചാണല്ലോ. ഗിഫ്റ്റ് ആണത്. ഞാനിങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ട് കേട്ടോ. ലോക്കല ചാത്തന അല്ലെങ്കിൽ ഓക്കെ, നമ്മൾ അങ്ങനെയാണല്ലോ. ക്ലാസ്സിൽ എങ്ങനെയാ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ തല്ലുപിടിയൊക്കെ അവിടെ നടത്താറുണ്ടോ? ഞങ്ങളൊക്കെ എങ്ങനെ അറിയാം, കുറെ കാലം പണ്ട് സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് 2 ദിവസമൊക്കെ ലീവൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കയറി ചെല്ലുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യമായിരിക്കും. എവിടെയായിരുന്നു ഇത്രയും കാലം? കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെയല്ലേ അല്ലുണ്ണി കയറി ചെല്ലുമ്പോൾ കുറെ കാലം മാവേലി എന്നുള്ള പേരൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ വേഷം കെട്ടിട്ടുണ്ടോ മാവേലിയായിട്ട്? എന്നെക്കാളും നല്ല ആൾക്കാരുണ്ടോ? എന്നെക്കാളും നല്ല കൂടെ വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? ഗേൾഫ്രണ്ട്സിലെ കുറെ പേര് ക്ലാസ്സിൽ പോയാലും കാണും. ഇവരൊന്നും അറിയത്തില്ലേ? ആരും അറിയത്തില്ലേ? ക്ലാസ്സിൽ പോയാലല്ലേ ഗേൾഫ്രണ്ട്സ് ഉണ്ടാവും. ഓക്കെ, എന്നാ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം കൂടെ ഒന്ന് ആലപിച്ചേ. ഒരു ഗാനം കൂടെ ആലപിച്ചേ. എനിക്ക് ഞാൻ നന്നായിട്ട് മുഴങ്ങും. ഞാനത് പറയാൻ വേണ്ടിയിരിക്കുവായിരുന്നു. മയ പുയ മയ പെയ്തു പുയ കുത്തി ഒയ്യുന്നതു കാണാൻ പുയോരത്തെങ്ങോ പോയി നിൽക്കയാവാ. മാഷിനെ പാട്ട് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിന് ട്യൂൺ ഇട്ട് തന്നെ ഞാനാണ്. ശരിക്കും ഞാൻ ഇത് പിടിച്ചേക്കാം. എനിക്ക് ഞാൻ നന്നായിട്ട് വഴങ്ങും കേട്ടോ. ഞാൻ പറയാം. മയാ പെയ്തു പുയാ വെള്ളം കരകവിഞ്ഞൊഴുകുമ്പ പുയാവക്കത്തിരുന്നവർ പയം പുയുങ്ങി, അങ്ങനെ പുയുങ്ങിയ പയം കായ്ച്ചവർ കുയങ്ങി. അറിഞ്ഞില്ല ഉണ്ണി ഇത്ര നന്നായി പാടുമെന്ന് അറിഞ്ഞില്ല. ഇത് ശരിക്കും വരത്തില്ല. വരത്തില്ല. വരുമോ? എന്ത് വരും? മഴ എന്ന് മലയാള ഭാഷയുടെ പിതാവേ. മാഷേ മാഷ് വന്നു പാട്ട് പഠിപ്പിക്കാനാണ് വന്നത്. എന്നിട്ട് ഇത്ര സമയത്ത് സംസാരിച്ചിട്ടാണ്ടിരിക്കുന്നത്. എനിക്ക് ഇതുവരെ പാട്ടിന്റെ ഒരു അക്ഷരം പോലും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്നത്തെ ദിവസം ശരിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പോയിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ അല്ല മാഷെ, എനിക്ക് ഇന്നേ ഡേറ്റ് ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ചായ ഞാൻ ഇട്ട് തരാം. അയ്യോ അങ്ങനല്ല, എനിക്ക് പുറത്ത് പോയി കുടിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ആംബിയൻസ് കിട്ടും. ആ സെയിം ആംബിയൻസ് ഞാൻ ഉണ്ടാക്കി തരാം. ശരിക്കും? എന്നാലും ഞാൻ പുറത്ത് പോയിട്ട് വേണ്ട മാഷെ, വാ മാഷെ, ഞാൻ പോയി ഇട്ടിട്ട് വരാം. മാഷെ
എന്നെ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഒന്നുമല്ല, ചായ. ചായ ഞാൻ പറഞ്ഞത് കേട്ടോ. ചായ തന്നെ. ഗ്രാമ്പു ഏലക്ക. കുട്ടിക്ക് മാറിയെന്ന് തോന്നുന്നു. എന്ത് ഗ്രാമ്പു ഏലക്ക കറുകപ്പെട്ടോ? ചായ എന്ത് ചായ? സുലൈമാനി. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളൂ, ഇതുവരെ കുടിച്ചിട്ടില്ല. ഇതാണല്ലോ സുലൈമാനി. ഇത് വേണമെങ്കിൽ നമുക്ക് അൽസു സ്പെഷ്യൽ ടീ എന്ന് പറയാം. നല്ലൊരു പേര്, അൽസു സ്പെഷ്യൽ ടീ. അൽസു സ്പെഷ്യൽ സുലൈമാനി അല്ലേ? അത് കിടക്കി കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു. നമ്മളെ കുട്ടികളെ പറ കുട്ടികളും. ഓക്കെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ സ്വന്തമാണോ ചെയ്യുന്നത്? ചായ വേറെ ഉണ്ടാക്കും, ബുൾസൈ ഉണ്ടാക്കി. ശരിക്കും? പിന്നെ അൽസു സ്പെഷ്യൽ ബുൾസൈ. അൽസു സ്പെഷ്യൽ ബുൾസൈ. പിന്നെ അൽസു സ്പെഷ്യൽ എന്തുണ്ട്? പിന്നെ അൽസു സ്പെഷ്യൽ നമ്മുടെ ഏത്തക്ക. ഏത്തക്ക നമ്മൾ അരിഞ്ഞിട്ട് അല്ല നെയ്യൊക്കെ പുരട്ടി പൊരിക്കും. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അങ്ങനെ ബിരിയാണി ഞാൻ ഉണ്ടാക്കണം. പഠിപ്പിച്ചോ വേണമെങ്കിൽ. വേണ്ട, ഞാൻ ചോറ് വെച്ചോളാം. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടാണോ ചെയ്യാറ്? ശരിക്കും മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറ്. ആണോ? ഇപ്പൊ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെ പോവൊക്കെ ആണെങ്കിൽ നമ്മള് തുണി അലക്കും. ആര്? ഞാൻ. തള്ളരുത്, എന്നെ ഇവിടുന്ന് മറിച്ച് താഴെ ഇടരുത്. ചായ തിളയ്ക്കുന്നുണ്ടോ? ഇത് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നല്ലോ. അയ്യോ, അത് സ്പെഷ്യൽ അല്ല. അൽസോ സ്പെഷ്യൽ തേയില. അത് കടയിൽ നിന്ന് കഴിച്ചാൽ അമ്മ ഇങ്ങനെ അമ്മ പറയാറില്ലേ, മോനെ അടുക്കളയിലൊന്നും കയറരുത്, കൈ കൊള്ളും കാല് കൊള്ളും ഒന്നും. ഇല്ല. അമ്മ ഇങ്ങോട്ട് മോൻ ചെയ്തോന്ന് പറയല്ലേ? ചെറുപ്പം തൊട്ടേ ഇപ്പം അലക്കുന്നു പറഞ്ഞു. പിന്നെ ബാക്കി എല്ലാ സ്വന്തം കാര്യം എല്ലാം ഒറ്റയ്ക്ക് തന്നെ. ടി വി ആണെന്ന് ഉൾപ്പെടെ മിടുക്ക. അതൊരു സംഗതിയാണ്. ടി വി ഒറ്റയ്ക്ക് കാണാന്ന് പറഞ്ഞാല് ശരിക്കും ലോകത്ത് 1-2 പേർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. പഞ്ചസാര ഇതൊക്കെ ഞാൻ തരണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയാ പോലെ. മാഷിനടുത്താണല്ലോ ഇരിക്കുന്നത്. അല്ല, റെഡി ആയില്ല. ഓ, ഞങ്ങളുടെ നാട്ടിൽ ഇത്രയായി. ആണോ? അപ്പൊ ഇടാൻ അറിയാത്തവരാ. പാട്ടല്ലേ? ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമയം ശരിയാണ്. അല്ല, അതെന്താ വെച്ചാലേ നമുക്ക് കുറച്ചും കൂടെ റെഡിയാക്കാനുണ്ട്. എന്നിട്ട് ഞാൻ വരാം, നമുക്ക് പഠിപ്പിച്ചോളാം കേട്ടോ. എന്റെ പക്ഷെ നിന്നോടാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറ്റത്തില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. പറഞ്ഞു മനസ്സിലാവത്തില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞല്ലോ. ഉള്ള കാര്യം പറയാലോ, കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള ആളെയാണ് ഞാൻ. പിന്നെ വരാം, ഇങ്ങോട്ട് വന്നേ. നന്നായിരിക്കും. അതുകൊണ്ട് അടുത്ത് വരാം, നമുക്ക് പോവാ കേട്ടോ. നമുക്ക് എവിടെ നിന്ന് വേണ്ടി വേണം? പാട്ടു.